ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആണല്ലേ, അല്ല ഉണ്ടാവുമല്ലോ, ഉണ്ടല്ലോ. കണിക്ക് ആടി നോക്കാം, നോക്ക് ക്യാമറ നോക്ക്, ക്യാമറ നോക്ക്. കണ്ണെഴുതാനൊക്കെ കാണിച്ചു തരും. കാണിക്കില്ല പാട്ട്. സുന്ദരിയായില്ല ഇപ്പൊ ഫാത്തിമ, സുന്ദരിയായ നോക്ക്. കണ്ണ് തിരുമ്പണ്ട, കണ്ണ് തിരിഞ്ഞ് നോക്കൂ ഫാത്തിമ കുട്ടി. നോക്ക് നോക്ക്, ഉള്ളിലേക്ക് കുത്തി ഇങ്ങോട്ട് നോക്കണി. ഇതില് നോക്ക് ചന്തക്കുട്ടിയായ നോക്ക്. വലിച്ചോട്ടാൻ പാടില്ല, തട്ടിയിടല്ലേ, തട്ടിയിടരുത് കേട്ടോ. കുട്ടി ഇതിന് എന്തൊക്കെയാ എടുക്കണേ? ഇതൊന്നും എടുക്കണ്ട, ഇവിടുത്തെ ചീത്ത പറയട്ടാ. ഞാനും കുറച്ച് കണ്ടൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഫാത്തിമ കുട്ടിയുടെ സ്വന്തം ഇത് ഇവിടെ കെട്ടില്ലെങ്കിൽ ആക്കണേനാട്ടോ. കഴുത്ത് ശന്തക്കുട്ടി അല്ലേ? ശന്തക്കുട്ടി അയിലേ പറ, ശന്തക്കുട്ടി അയിലേ പറ. എന്താണ് നോക്ക് എന്താണ്, ആരാണ്, എന്താണ് പോസ്റ്റ് മുങ്ങിയില്ലേ? ഇത് കൊള്ളാല്ലേ അമ്പലം. ഓ എന്താണ് അങ്ങനെ നമ്മൾ ഫാത്തിമ കുട്ടിനെയൊക്കെ സ്കൂളിൽ വിട്ടുവിട്ടാ. റജിക്കുട്ടിക്ക് ഇന്ന് പോയിട്ടുണ്ട്. റജിക്കുട്ടിൻ്റെ പാഠം എന്താണെന്ന് അറിയില്ല, അവൾക്ക് തീരെ സുഖമില്ലാണ്ടൊക്കെ ആയി. അതുകൊണ്ട് കേട്ടോ ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ചയായിട്ട് വയറിന് സുഖമില്ലാണ്ട്. അപ്പോൾ കുഴപ്പമില്ല, അവളും സ്കൂളിൽ വിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഫാത്തിമ കുട്ടിനെ സ്കൂളിൽ വിട്ടിട്ടുണ്ട്. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരേ പണിയായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ തിരുമ്പിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇന്ന് നിറയെ ഉണ്ട് കേട്ടോ തിരുമ്പാൻ. പിന്നെ മഴ ആയതുകൊണ്ട് ഉണങ്ങിയും കിട്ടുന്നില്ല, മേലെ കലക്കാനും കൂടി വരുന്ന കേട്ടോ. അപ്പോൾ ഞാൻ കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളാട്ടോ അതൊക്കെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ കടലക്കറി വെക്കാൻ അറിയില്ലല്ലേ, അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ കേട്ടോ വെക്കുക. അപ്പോൾ കടല കുക്കറിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ വെക്കാനറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ, എല്ലാവർക്കും വെക്കാനറിയില്ല. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കാൻ പറ്റാത്തതുകൊണ്ടൊക്കെ മൺചട്ടിയിൽ ഞാൻ ഇന്ന് വെക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഗ്യാസിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ പട്ടയും ഗ്രാമ്പും ഒക്കെ ഒന്ന് ചൂടാക്കുക. പിന്നെ ഇഞ്ചി, ഒരു പൂണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും അധികം ഇടില്ല കേട്ടോ, ഒരു തുണ്ടേ ഇടുള്ളൂ.
പച്ചമുളകും 2 കീറിയിടും. പിന്നെ നമ്മുടെ സവാളയും തക്കാളിയും ഒരു ഉരുളക്കിഴങ്ങും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും വെക്കണ പോലെ സാധാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം, പിന്നെ അതിന് ശേഷം നമ്മൾ കടല ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും വെക്കാൻ അറിയായിരിക്കില്ലേ, അപ്പോൾ ഞാൻ എങ്ങനെ വെക്കുക എന്നുള്ളത് ഒരു കാണിച്ചതാണ് കേട്ടോ. പിന്നെ നമുക്ക് പേസ്റ്റാക്കിയിട്ട് ഇടാം കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ ഞാൻ അതിനൊന്നും നിന്നില്ല, വേഗം അങ്ങനെ ഇട്ടു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് കറി വെച്ച കുട്ടികൾക്കും ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് നാഷ്ടൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാം കേട്ടോ, നന്നായിരിക്കും. ഇഡ്ഡലി, ദോശ, നൂൽപുട്ട്, അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ കറി വെച്ചാൽ കഴിക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ പിന്നെ കുറച്ച് ലേശം ഒരു തുണ്ട് കൈപ്പുളി കിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഒരു പുളിപ്പ് കിട്ടും. പിന്നെ 2 തക്കാളി നമ്മൾ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ ചോറിൻ്റെ കൂടെ അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ലേശം പുളിപ്പും കിട്ടും. പിന്നെ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇടുക, ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിച്ച് അങ്ങനെ നമ്മൾ പിന്നെ തേങ്ങ അരച്ച് കൂട്ടുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് നിങ്ങൾക്ക് കറി നീട്ടും ചുരുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ ലേശം ചിക്കൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു ലേശം ഇട്ട് കൊടുത്തതെന്ന് മാത്രം, ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇതാ ഇനി തേങ്ങ, വലിയ ജീരകം ചേർത്തിട്ട് ഒരു ഇല്ലി കറിവേപ്പിലയും ചേർത്തിക്കോട്ടെ അരക്കുമ്പോൾ. അപ്പോൾ നല്ലൊരു കടലൻ്റെ കറി വെക്കുമ്പോൾ ഒരു മണമൊക്കെ കിട്ടും. ഇപ്പോൾ നമ്മുടെ കടലൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ വൈകുന്നേരം ചായക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ, ചായക്ക് കഴിക്കാണ്ട്. അപ്പോൾ കുറച്ചേ കറിയിലിടുന്നുള്ളൂ. അപ്പോൾ ചായക്ക് വെറുതെ ചായ കുടിക്കണ്ടല്ലോ, കടല എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് കിറ്റുന്ന കിട്ടുന്ന കടല കേട്ടത് നല്ല ഇതൊക്കെ വിറ്റാമിനല്ലേ, ബ്ലഡ് വെക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി ആയിട്ടുണ്ട്. ഇനി തേങ്ങ മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ നാടൻ കറിവേപ്പില ഇട്ടിരിക്കണം, നമ്മുടെ ചെടിയിലുണ്ടായത് മുറ്റത്ത് ഫ്രണ്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നുള്ളിൽ ഞാൻ പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കേണ്ടതായതുകൊണ്ട് ലേശം ഒരു പുളിപ്പ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു നുള്ള കഷ്ണം പുളി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ തേങ്ങ, വലിയ ജീരകമൊക്കെ ഇട്ട് അരച്ച് ഒന്ന് മിക്സാക്കി എടുക്കട്ടോ. ഇനി താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അങ്ങനെ നമുക്ക് വാങ്ങിയേക്കാം. അങ്ങനെ എത്ര ഉള്ളൂ നമ്മുടെ കടലിൻ്റെ. അപ്പോൾ ഞാനിങ്ങനെ അതിലേക്ക് പപ്പടവും മുട്ട എന്നിവ പൊരിക്കാണ്ടിരിക്കുമ്പോൾ നമ്മുടെ തൊട്ട് വിട്ടത്തെ ചേച്ചി കുറച്ച് മുരിങ്ങ കൊടുത്താന്നു കേട്ടോ. അപ്പോൾ ഞാൻ തുണികളൊന്നും ഉണങ്ങാനിട്ടിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് വെയിലില്ലാത്തതുകൊണ്ട് പുറത്തിടാനും പറ്റില്ലല്ലോ. അപ്പോൾ ഞാനൊക്കെ വാഷിംഗ് മെഷീനിൽ പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ഫാനിൻ്റെ ചോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ രാത്രി ഫാനിൻ്റെ കാറ്റൊക്കെ കൊണ്ടൊന്നിങ്ങനെ ഉണങ്ങും. എന്നാലും നമ്മൾ വെയിൽ കൊള്ളുന്ന പോലെ ഒന്നും ആവില്ല കേട്ടോ. പിന്നെ തോനെ തുണികളുണ്ടായിരുന്നു, പിന്നെ അപ്പുറത്തൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. വീട് മൊത്തം നനവാട്ടോ, മഴ പെയ്തിട്ട് ഓതം കയറിയിട്ടും അടുക്കളയിലൊന്നും ഇറങ്ങി നിൽക്കാൻ പറ്റില്ല. കാലൊക്കെ നമുക്ക് ചെരുപ്പിടാണെന്നും നിൽക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അകത്തും പുറത്തും വെള്ളം എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ ഇനി നല്ല വെയിലടിച്ചാലാണ് അതൊക്കെ ഉണങ്ങി കിട്ടുള്ളൂ, താഴത്തും ഒക്കെ തുണികളൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ അലക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ അടിച്ചു വിടണം കേട്ടോ. അപ്പോൾ നനവായതുകൊണ്ടൊക്കെ ഞാൻ തുടച്ച് വിട്ടിക്കണം, അടിച്ചു വിട്ടിട്ടില്ല. അങ്ങനെ ഇതാ തുണികൾ കുറച്ച് ഇവിടെ ഇട്ട്, കുറച്ച് അപ്പുറത്തിട്ട്, പിന്നെ കുറച്ച് നമ്മുടെ ഫാത്തിമക്കുട്ടിൻ്റെ അപ്പുറത്തൊരു അയൽ കെട്ടിയിട്ടുണ്ടായിരുന്നു, അവിടെ ഇട്ടു. അപ്പോൾ ഫാനിൻ്റെ കാറ്റ് കൊള്ളുമ്പോൾ ഉണങ്ങുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പിന്നെ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര മടി പിടിച്ചിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങ കിട്ടിയപ്പോൾ അതൊന്ന് വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പെട്ടെന്നായിരുന്നു. അപ്പോൾ ആദ്യം കിട്ടുകയാണെങ്കിൽ ഞാൻ പരിപ്പിലിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ കേട്ടോ നമ്മൾ കടലക്കറിയൊക്കെ വെച്ച ശേഷം കിട്ടിയത്. അപ്പോൾ ഞാനിനി അന്ന് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട്, മുരിങ്ങ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ ഞാനത് കുറച്ച് തേങ്ങയും വലിയുള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് വറുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊന്ന് വറുത്ത് പറഞ്ഞാൽ പിന്നെ അതിലേക്ക് എന്തെങ്കിലും എടുത്ത് കൂട്ടാനായില്ല. പിന്നെ കുട്ടികൾക്ക് പിന്നെ മുരിങ്ങയൊന്നും പറ്റൂല കേട്ടോ. അപ്പോൾ അവർക്ക് നമ്മൾ പപ്പടമോ മുട്ട എന്തെങ്കിലുമൊക്കെ പൊരിച്ച് കൊടുക്കണം, അതൊക്കെയാണ് അവർക്കിഷ്ടം. അല്ലെങ്കിൽ മാന്തളോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ റിയാസൊക്കെ ചോറ് കഴിക്കാൻ വരും. അപ്പോൾ തന്നെ നമുക്ക് കറികളൊക്കെ ആക്കണം. അപ്പോൾ കടലക്കറി ആയിട്ടുണ്ട്, പിന്നെ ഇതും കൂടെ ഒന്ന് വറുത്താൽ മതി. അങ്ങനെ ഇതാ ഇതും 5 മിനിറ്റിൽ അതും ആവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ചോറൊക്കെ കഴിച്ചിട്ടുണ്ട്, ഫാത്തിമക്കുട്ടിനെ വിളിക്കാൻ പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ, ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.